നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടനെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല സ്വാഗതം ഒന്നും പറഞ്ഞു, കാരണം ഒരു ബുദ്ധിമുട്ടിപ്പിക്കലൂടെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. കണ്ട എന്താ ഇത് ഇവിടെ ചാരിയൊക്കെ ഇരുത്തിയേക്കാണ്. അത് കാണാൻ ബുദ്ധിമുട്ടൊന്നുമല്ല, അതല്ല ബുദ്ധിമുട്ട്, അതാണ് ബുദ്ധിമുട്ട്. ആ ഭാവം കണ്ടില്ലേ? എന്താ ബുദ്ധിമുട്ട്? ഫാൻ ഓഫാക്കി, വോയിസ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഫാൻ ഓഫാക്കി. അപ്പം അതാണ് പറയണ ബുദ്ധിമുട്ടായി. അത് കുറച്ച് കഴിയുമ്പോൾ ഇടാ, സമാധാനിക്ക്. ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ഫാൻ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ആഹാ, ഒന്ന് കാണണല്ലേ. എന്നെ ചീത്ത പറയുന്നുണ്ട് കണ്ട്. ഫാൻ ഓഫ് ആക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല. ഇന്ന് രാവിലെ എണ്ണ തേപ്പിക്കാനായിട്ട് ഷീറ്റൊക്കെ താഴെ വിരിച്ചിട്ട് ഫാൻ ഓഫാക്കി. എണ്ണയൊക്കെ ഇടുമ്പോൾ തണുക്കുമല്ലോ എന്ന് വെച്ചിട്ട് നിലത്തുവാണല്ലോ, ഷീറ്റിലാണല്ലോ കിടത്തുന്നത്. ഫാൻ ഓഫാക്കി പിന്നെ വെറുതെ കിടന്നിട്ട് കാക്കി എന്നും പറഞ്ഞ് കരയുന്നു. എന്ത് ചേക്കുന്നത്? പിന്നെ നമ്മൾ വന്നേക്കുന്നതേ കണ്ണ എന്നോട് 1-2 പേര് ചോദിക്കുകയാണ് ഇപ്പൊ വീഡിയോസ് ഇടാത്തതിന്റെ കാരണേ കണ്ണന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാണ്ടാണോ വീഡിയോസ് ഇടാത്ത? ആണോ? അച്ഛന് ഇഷ്ടല്ലേ വീഡിയോ എടുക്കുന്നത്? അച്ഛന് ഇഷ്ടല്ലേ? അച്ഛന് ഇഷ്ടല്ലേ? അമ്മാമ്മക്ക് ഇഷ്ടല്ലേ? കല്യാണിക്ക് ഇഷ്ടല്ലേ? ആർക്കും ഇഷ്ടല്ലേ വീഡിയോ എടുക്കുന്നത്? കണ്ണന് ചിരിയെ വരുന്നുണ്ട്. ഈ അമ്മ എന്ത് മണ്ടത്തരങ്ങളൊക്കെ ആയിരുന്നു വിളമ്പണം. അത് തന്നെയാണ് ഏട്ടാ ഈ ചോദിച്ചവരുടെ അടുത്ത് എനിക്കും തോന്നിയത്. കുറെ പേര് ഇങ്ങനെ വീഡിയോസ് ഇപ്പൊ കുറവാണല്ലോ മൊത്തത്തിൽ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ വീഡിയോസ് ഇടാൻ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിങ്ങനെ അത് നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം, നമുക്കപ്പോൾ ഒരു പ്രോത്സാഹനം കിട്ടുന്നത് പോലെയാണ് നമ്മൾക്കപ്പോൾ പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിങ്ങനെ ഡൗൺ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, ആകെ നമ്മളും ആകെ ഡൗൺ ആവുകയാണ്. വീഡിയോ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വലിയ എഫേർട്ട് ഒന്നും എടുക്കാണ്ടിരിക്കുന്നത് യൂട്യൂബിന്റെ കാര്യത്തിന്. ഞാൻ അങ്ങനെ വലിയ എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല യൂട്യൂബിന്റെ കാര്യത്തിന്. നീ ഇറങ്ങിയിട്ട വീഡിയോ മനസ്സിലായാ? അപ്പൊ 1-2 പേര്, കുറെ അല്ല 1-2 പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഇനിയിപ്പോ വീഡിയോസ് ഇടാത്തതിന്റെ കാരണം വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് എന്നേ ആവേണ്ടതായിരുന്നു അല്ലേ? ഇതിപ്പോ നമുക്ക് ഇത്രയൊക്കെ എത്തിയില്ലേ? നമ്മളിപ്പോ 3 വർഷത്തോളമായില്ലേ ഞാനിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അന്നേ ഉണ്ടാവേണ്ടതായിരുന്നു. അന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് എന്തൊരു കാര്യത്തിന് അങ്ങനെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ എന്താ പറയാ, നമ്മളൊരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ അത് ഇങ്ങനെ എന്താ പറയാ, ഇവിടുത്തെ ചേട്ടനൊക്കെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്തിനും ഒരു നെഗറ്റീവ് പറയുന്ന ഒരു ആളാണ്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ തന്നെ ആ ഒരു സാധനം എന്തായാലും 1 വർഷം കഴിയുമ്പോൾ അത് കേടായി പോവും. വാങ്ങുമ്പോഴേക്കും പറയും അത് നാളെ കേടാവും എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പിന്തിരിപ്പ് സ്വഭാവമൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആൾക്കൊന്നും സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ എന്നെയൊക്കെ ഭയങ്കര പുച്ഛം പോലെയായിരുന്നു. എൻ്റെ ആങ്ങളൊക്കെ അതായിട്ട് ഞാൻ എവിടെയും പറയും, ഹസ്ബൻഡിനാണെങ്കിലും ആങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു പുച്ഛം പോലെയായിരുന്നു. എന്നെ കളിയാക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു. എൻ്റെ ആങ്ങള അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ എനിക്ക് തമാശക്കൂടെ ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നാണക്കേടാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ നമ്മൾ പിന്നീട് അതൊന്ന് റീച്ചാക്കി കാണിച്ചു കൊടുത്തു. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഒന്നും മിണ്ടാണ്ടിരിക്കും, പിട്ടുതരാം ഫാൻ, ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്നെ ചീത്ത പറയാണ്. ഞാൻ കുറച്ചും കൂടെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. എനിക്ക് തോന്നുന്നു ഫാൻ ഇട്ടിട്ടേ വീഡിയോസ് എടുക്കൽ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. കണ്ടിരുന്ന് ഭയങ്കര വാശിയാ. നിങ്ങളുടെ വിചാരം കണ്ട പാവാണെന്നല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കരഞ്ഞ് സാധിപ്പിക്കുന്നത്. 1 മിനിറ്റ് ഇട്ട ഞാൻ ആ ഫാനൊന്നും ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു സമാധാനം എന്ന് പറയുന്നത് ചെറുക്കം തരില്ല അല്ലേ? ആ ഫാനൊന്നും ഇട്ട് കൊടുക്കട്ടെ 1 മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് എന്നിട്ടാ അയ്യോ, കാരണം എൻ്റെ എല്ലാ സൂത്രങ്ങളും അറിയാം, എനിക്ക് അവൻ്റെ എല്ലാ സൂത്രങ്ങളും അറിയാം. ഞങ്ങളിങ്ങനെ കൊണ്ടും കൊടുത്തും നിന്ന് പോവാണ്. അപ്പൊ അന്നൊക്കെ ഭയങ്കര ഒരു എതിർപ്പ് പോലെ അല്ലെങ്കിൽ കളിയാക്കുന്നത് പോലെ നമ്മള് വിജയിക്കില്ല, അല്ലെങ്കിൽ പിന്നെ നിന്റെ ഒരു അങ്ങനത്തെ ഒരു പുച്ഛഭാവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളത് വിജയിച്ച് കാണിച്ചു കൊടുക്കുക, അതിൽ നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കി. ഇനി നമ്മളുടെ അടുത്ത് ഒരാൾക്കും ചോദിക്കാനായിട്ടുള്ളൊരു ചോയ്സ് ഇല്ല. കാരണം ഇനി ആരെങ്കിലും നമ്മളെടുത്ത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം, എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഞാൻ നിർത്താം. പിന്നെ ആർക്കും മിണ്ടാൻ പറ്റില്ല. അപ്പൊ അതങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ നമുക്കേ ഇപ്പൊ തന്നെ കുറുക്ക് കഴിച്ചതിൻ്റെ അയമ്പക്കം കുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ.
അപ്പൊ അതിന്റെ അമ്പക്കം വിട്ടത്. അപ്പൊ അവര് പറഞ്ഞു ഇനിയിപ്പോ വൈകുന്നേരത്തിനൊന്നും തരണ്ട, ഇതൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. നേരെ ഇരിക്കുമ്പോ ആരും കുറുക്കം വലിക്കാറില്ല. എന്നാലും ഞാൻ ആരോ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാണ് കേട്ടോ. അപ്പൊ ഈ കണ്ണൻ ഇരുന്നിട്ട് ഇങ്ങനെ കൂർക്കം വലിക്കാൻ എൻ്റെ കയ്യിൽ അവനുണ്ട്. അപ്പൊ എന്നോട് ആരാടെ കൂർക്കം വലിക്കണേ? ഞാൻ പറഞ്ഞു ഇവിടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ച ആൾക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത്. അപ്പൊ അതിനോട് ചോദിക്കാം പട്ടിക്കുട്ടിയാണോ? അത് പറഞ്ഞു അവർ കുഞ്ഞു പട്ടിക്കുട്ടി തന്നെ കടിക്കുകയൊക്കെ ചെയ്യോ, നല്ല കടിയൊക്കെ കടിക്കും. കണ്ണൻ്റെ ചിരി വന്നിട്ടേ ഹെഡ്സെറ്റിൻ്റെ ഒരെണ്ണം കണ്ണൻ്റെ ചെവിയിലിരിക്കുകയായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഫോണൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ഇത് എൻ്റെ ചെവിയിൽ മിക്ക ഒരെണ്ണം കണ്ണൻ്റെ ചെവിയിൽ വെച്ചെടുക്കും. അപ്പം ഭക്ഷണം കഴിക്കും. അവർ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പം അങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട് കണ്ണൻ ചിരിച്ച് നമ്മൾ മാറ്ററിന്നേ മാറിപ്പോയി. എന്നിട്ട് പറഞ്ഞു തന്നെ വീട്ടിൽ എതിർപ്പുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോയിൽ അങ്ങനെ എല്ലാവരും നമ്മൾ ലൈവായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വളകളാന്ന് പറഞ്ഞൊക്കെ എത്തിക്കും എന്നല്ലാതെ എനിക്ക് അങ്ങനെ വലിയ സംസാരിക്കാനൊന്നും അറിയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയണമെന്നല്ലാതെ എനിക്ക് അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വർത്താനം പറയുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വളകളാന്ന് പറയും. നമ്മുടെ കല്ലുട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അങ്ങനെ പിന്നെ എൻ്റെ അച്ഛൻ സംസാരിക്കും. അല്ലാതെ അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അങ്ങനെയൊക്കെ അവർക്കൊക്കെ അങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടാണ്. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് അവരൊന്നും വീഡിയോസിൽ വരാത്തതൊക്കെ അവർക്കൊക്കെ ഇനിയിപ്പോൾ ചാനൽ എന്നുള്ള കാര്യം, ഞാൻ ചാനലായിട്ട് നടക്കുന്നത് അത് ഇഷ്ടക്കുറവുണ്ടോ എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ ഒരു വിചാരം. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അച്ചാച്ചൻ എന്താ വീഡിയോയിൽ ഇത്ര സംസാരിക്കുന്നതെന്നൊക്കെയുള്ള കാരണം നമുക്ക് ചോദിച്ചേക്കാം. അച്ചാച്ചനോട് ചോദിച്ചേക്കാം. അച്ചാച്ചനെ വിളിക്കേ. അച്ചാച്ചോ വിളിച്ചേ. അച്ചാച്ചോ വിളിച്ചേ. അച്ചാച്ചനെ വിളിച്ചേ. എവിടെ അച്ചാച്ചൻ? നമുക്ക് അച്ചാച്ചനെ എടുത്ത് ചോദിക്കാം. അച്ചാച്ചൻ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അച്ഛന് വീഡിയോയിലൊക്കെ വരാൻ ഇഷ്ടം? പിന്നെന്താ, എനിക്ക് എന്താ കുറവ്? ഞാൻ വീഡിയോയിലൊക്കെ സംസാരിക്കും. വീഡിയോ എവിടെ വേണമെങ്കിലും സംസാരിക്കും. നമ്മളിങ്ങനെ സംസാരത്തിന് കുറവുള്ള ആളല്ല, വേണ്ട മാതിരി സംസാരിക്കും. എന്നോടൊന്നും ആരെങ്കിലും നിങ്ങളുടെ മിണ്ടി കിട്ടിയാൽ മതി, പിന്നെ നമ്മ കെട്ടഴിച്ചിട്ട് വർത്താനത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു കുറവും വരത്തില്ല. അതേ കണ്ടില്ല അച്ഛൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എങ്ങനെയാ. അച്ഛൻ ആദ്യം ഒരുപാട് വർഷം ബോംബെയിലൊക്കെ ആയിരുന്നു. അപ്പൊ ആൾക്ക് ഇങ്ങനെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഭയങ്കര ഒരു ശീലമാണ് ആൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി സംസാരിക്കും ആളുകളുടെ അടുത്ത്. ഭയങ്കര ഒരു സംസാര പ്രിയനാണ് അച്ഛൻ. പിന്നെ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാലും സംസാരിക്കാനായിട്ട് അറിയണം എന്ന് വെച്ചാൽ കൂതറകളായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. ബാറിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ളവരടുത്ത് ഡീസൻ്റായിട്ട് സംസാരിക്കാൻ അറിയാം, കൂതറകളായിട്ട് സംസാരിക്കാൻ അറിയാം. അച്ഛന് ഇങ്ങനെ സംസാരപ്രിയനാണ്. പിന്നെ അമ്മ സംസാരിക്കും. അമ്മയ്ക്ക് നല്ല ആളുകളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ എനിക്കറിയില്ല. വീട്ടിലെ ആളുകൾ ചെറപറ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു സ്വഭാവമില്ലേ, ഇങ്ങനെ നമ്മളെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, മക്കളെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സംസാരപ്രിയാണ് അമ്മ. പക്ഷെ നാലാളുകളുടെ അടുത്ത് അമ്മയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലാൾ കൂടിക്കാൻ ചിലപ്പോൾ സംസാരിക്കാനായിട്ട് അമ്മയ്ക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ ആൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതെന്താന്നുള്ളത് നമുക്ക് അമ്മനോട് ചോദിക്കാം. അമ്മയ്ക്ക് എന്താ വീഡിയോയിൽ സംസാരിക്കാൻ മടി? എനിക്കത് പറയാനൊന്നും അറിഞ്ഞൂടെ. അതില് വന്ന് സംസാരിക്കാൻ എനിക്കറിയില്ല. എനിക്ക് ഒരു കുടച്ചിലുണ്ട്, സ്റ്റോക്ക് ഒന്നില്ല. അത് പിന്നെ സംസാരിക്കുമ്പോ ഒരു ഇല്ലമ്മേ അമ്മ പറയുന്നത് ഭയങ്കര പെർഫെക്റ്റാ, അടിപൊളിയാ. എനിക്ക് തോന്നുന്നുണ്ട്. കണ്ണാ അമ്മ പറയുന്നത് അടിപൊളിയല്ലേ? കണ്ണാ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വരാനൊന്നും. അതെന്താ ഇഷ്ടമില്ലാത്ത? സ്റ്റോക്ക് ഒന്ന് പിന്നെ അമ്മമ്മയുടെ സംസാരത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ കണ്ണാ? ഒരു മെയിനായിട്ട് ചോദിക്കാ ചേട്ടന്റെ കാര്യമാണ്. ചേട്ടന് താല്പര്യക്കുറവുണ്ടോ? ചേട്ടന് ചില വീഡിയോയില് ചിരിക്കും കൂടി ഇല്ലല്ലോ, ഇതിങ്ങനെ മുഖം കയറ്റി പിടിച്ചിങ്ങനെ നടക്കും. ഭയങ്കര എന്താ പറയാ, പടം നയിക്കുന്ന രാജാവിന്റെ പോലെയൊക്കെ ഞങ്ങളുടെ മുന്നിലൊക്കെ നടക്കുന്നുണ്ട് വീഡിയോയില്. ആളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഇതൊക്കെയാ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കാണ് ഭയങ്കര ഇത്. പക്ഷെ അങ്ങനെയാണ് ആളുടെ ഒരു ക്യാരക്ടർ. അങ്ങനെയാണ് ആളങ്ങനെ ചിരിയില്ല, കുറെ വർത്താനില്ല, സൈലന്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നതാണ്. അതായത് അല്ലാതെ ആള് വേറെ വലിയ വർത്താനവും കാര്യങ്ങളും ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതൊരു പക്ഷെ ആളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, നല്ല പോലെയൊക്കെ സംസാരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ആള് ഇങ്ങനെ സൈലന്റ് ആയിട്ട്. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായത് ഒരു പ്രാങ്ക് വീഡിയോയിലൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു മാതിരി ഭയങ്കര ടെററായിട്ടുള്ളൊരു മനുഷ്യനാട്ടോ. ആൾക്കും അതങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പൊ ആൾക്ക് എന്താ പറയാനുള്ളതൊന്നും കൂടെ നമുക്ക് നോക്കാം അല്ലേ? അല്ല കണ്ണാ നോക്കിയിട്ട് തരാം. ചേട്ടാ എന്താ വീഡിയോയിൽ നിൽക്കാൻ വരാത്ത അധികം? എന്തേ കാരണം പറഞ്ഞേ?
കണ്ണൻ വരും. കണ്ണന് വീഡിയോ എന്ന് പറഞ്ഞ കണ്ണൻ ഇപ്പൊ നോക്കൂ. ചേട്ടൻ എന്താ പറയാത്ത എന്റെ കാരണം പറഞ്ഞേ? കാരണമൊന്നുമില്ല, എന്നാലും ശരിയായൊരു കാരണം. അതൊന്നും പരിചയമില്ലാത്തത് കാരണം. നാണുണ്ടോ? നാണൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ ഒന്ന് ക്യാമറയിലേക്ക് നോക്കിയേ. നോക്കിയേ. കണ്ണൊക്കെ അടിക്കൂട്ടാ. കണ്ണൻ പിടിച്ച കടിക്കൂട്ടാ. ക്യാമറയിലേക്ക് നോക്ക്. അയ്യോ കൈ ഇവിടെ ഉണ്ട്. അയ്യോ കണ്ണൻ ചേട്ടൻ പിടിച്ച് കടിക്കൂ. ക്യാമറയിലേക്ക് നോക്കി ചേട്ടാ. നോക്ക്, ശരിക്കും നോക്ക്. നാളെന്താ നോക്ക്. നോക്കില്ല. നോക്ക്. കണ്ണൻ നോക്കണോക്കിയേ. ചേട്ടൻ ക്യാമറയിലേക്ക് നോക്കിയില്ലെങ്കിലും ക്യാമറ ചേട്ടനെ നോക്കണുണ്ട് അല്ല ക്യാമറ അച്ഛനെ നോക്കണുണ്ട്. ക്യാമറയിലേക്ക് നോക്ക്. കാരണം പറയും. കാരണം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതെ കണ്ണന് എന്താ വീഡിയോ എടുക്കാൻ അത്ര ഇഷ്ടം? അച്ഛനെന്താ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത? രണ്ടുപേരും കാരണം പറഞ്ഞ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല അല്ല നമ്മുടെ കണ്ണൻകുട്ടിക്ക് ഇഷ്ടമുണ്ടോന്നുള്ളതാണ്. കണ്ണന് ഇഷ്ടമാണോ വീഡിയോ എടുക്കുന്നത്? കണ്ണനും എനിക്ക് മാത്രമേ വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമൊക്കെയാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ വലിയ റീച്ചൊന്നും ആവാതെ കാണുമ്പോൾ ഉള്ള ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമമുണ്ടല്ലോ, അത് നല്ല രീതിയിലുണ്ട്. പക്ഷെ കണ്ണൻ ഇപ്പോൾ ഒരു എന്താ പറയുക, വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈ ലൈഫിനൊക്കെ എടുക്കുകയാണ്. ആളിപ്പോൾ ഞാൻ നോക്കും, ഇവിടെ എവിടെയെങ്കിലും ക്യാമറ ഉണ്ടാ ഇടയ്ക്ക് ആളൊന്ന് ചിരിച്ച് ഒന്ന് തിങ്ങിലേക്ക് ഇരിക്കുക, ഒന്ന് ഞാൻ എന്തൊരു ഭംഗിയിലിരിക്കട്ടെ എന്നുള്ളതിലൊക്കെ ഒന്ന് ഇരിക്കും. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനായിട്ട്. കല്യാണിക്കും ചില സമയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കണ്ടന്റ് വീഡിയോസുകളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. കാരണം ആൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അങ്ങനത്തെ കണ്ടന്റുകൾ കാണുന്നുണ്ട്. അപ്പം അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജാനിക്കുട്ടിനോടും കല്ലിനോടും നമുക്ക് ചോദിച്ചിട്ട് വരാം. ജാനിക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമാണോ? അന്നേരം ജാനി വീഡിയോയിൽ വരാത്തെ നാണാണോ? ശരിക്കും എന്താ കാര്യം ഒന്ന് പറഞ്ഞേ. കല്ലു വീഡിയോയിൽ വരാൻ ഇഷ്ടാ? എന്തിനേക്ക് പറയാ വീഡിയോയിൽ വന്നിട്ട്? എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ് എന്നോട് അടുത്ത് നിൽക്കുന്നവർ. പിന്നെ ആങ്ങളുടെ വൈഫിനോട് ചോദിക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുമില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ 10 രൂപ അല്ലെങ്കിൽ ഉണ്ടാക്കണു, അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഞാൻ ഉണ്ടാക്കണു, മോന് അതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണു. അപ്പം അതിൽ വീട്ടുകാരൊന്നും എതിര് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വീഡിയോസ് ഇടയ്ക്ക് കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കും കുറേ ഇങ്ങനെ വലിയ റീച്ച് ആവാണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ കുറയ്ക്കാം. അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ ചെറിയ രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം, അല്ലാതെ വീട്ടുകാർക്കും ഒന്നും ഒരു പ്രശ്നമില്ല മച്ചാന്മാരെ. വീട്ടുകാർക്കും ഒന്നും ഒരു പ്രശ്നമില്ല മച്ചാന്മാരെ. പിന്നെ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ആകെ ഒരേ ഒരാളേ ഉള്ളൂ ഇവിടെ. അതിവിടെ ഒരു നീലക്കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, ഒരു നീലക്കുറുക്കൻ. പ്രശ്നം ഉണ്ടാക്കണ ആള് ഒരു നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു നീലക്കുറുക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാ ഇവിടെ നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആള്? ആരാ നീല ഡ്രസ്സ് ഇട്ടിട്ട്? എൻ്റെ കണ്ണിന് കളർ അറിയാട്ടോ, ഇതല്ലേ വിചാരിക്കണേ. കളർ അറിയോ? എവിടെ നീലുടുപ്പ് എവിടെയാ? നീല കളറിലുള്ള ഉടുപ്പ് എവിടെയാ? നീല കളറിലുള്ള ഉടുപ്പ് അലമാരയിലേക്ക് കഴിഞ്ഞു. എടാ അലമാരയിൽ ആരാ നീലുടുപ്പിട്ടിരിക്കുന്നേ? നീലുടുപ്പ് ആരാ ഇട്ടേക്കുന്നേ? നീല കളറിലുള്ള ഉടുപ്പ് ആരാ ഇട്ടേക്കുന്നേ? ഇപ്പൊ ആരാ ഇട്ടേക്കുന്നേ നീല കളറിലുള്ള ഡ്രസ്സ്? ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് കാണിച്ചു തരുമോ? ആരാണ്? കണ്ണൻ കവറിലേക്ക് വെക്കുന്ന കവറിൽ നീല കളറാണോ? ഈ അലമാരയിലുണ്ട്. ഇനിയിപ്പോ കണ്ണനങ്ങനെയൊക്കെ നോക്കണേ. എവിടെ നീല കളറിലുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആള്? ആലമാരയിൽ എടുത്തു വെച്ചേക്കെ ഞങ്ങൾ അയാളെ നിങ്ങൾക്ക് കാണിച്ചു തരില്ലേ? അല്ലേ? ആലമാരയിൽ പൂട്ടി വെച്ചേക്കാം.
കാരണം ആരാടാ ശരിക്കും നീലെടുപ്പ്? എടാ നമ്മൾ രണ്ടുപേരിലും ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ നോക്കിയേ, നമ്മളുടെ നീലെടുപ്പാണോ നോക്കിയേ, നോക്കിയേ ആരാ ഇട്ടേക്കുന്ന നീലും? ഞാൻ. അവനല്ല, അവന്റെ മേത്ത് നീലേ ഇല്ല, ഞാനാണ് നീലിട്ടേക്കുന്നത്. ഇത് ഏകദേശം ഒരു നീല വയലറ്റ് പോലത്തെ. എടാ മണ്ടോദരാ, ഇങ്ങോട്ട് നോക്ക്, താഴത്തേക്ക് നോക്ക്. കാലിന്നില്ല, ഇത് എന്നിട്ട് കളറ് ബ്ലൂ ബ്ലൂം ബ്ലൂം കണ്ടു പറയണ പോലെ ബ്ലൂം. ഇതാണ് നീല കളറ്. നിന്നെയാണോ അലമാരിലെടുത്ത് വെച്ചേക്കുന്നത്? നിന്നെയാണോ അലമാരിലെടുത്ത് വെച്ചേക്കുന്നത്? നീയല്ലടാ നീല കളറിൽ ഉടുപ്പിട്ട് ചെറുക്കാൻ. എന്തോന്ന് ചെറുക്കനാ, ഞാൻ വലിയ കമ്മയിൽ പറയായിരുന്നു, എൻ്റെ കണ്ണിന് കളറൊക്കെ അറിയായിരുന്നു. എല്ലാം കളഞ്ഞില്ലേ, എല്ലാം കളഞ്ഞ്. വിഷമിക്കണ്ട, സാരില്ല കേട്ടാ, സങ്കടം വന്നു. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ നീട്ടി വലിച്ചൊന്നും കൊണ്ടുപോകണില്ല, നമുക്ക് നീ ഇരിക്കാൻ വലിയ സുഖമൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ കണ്ടാ തിക്ക് അങ്ങോട്ട് തിങ്ങിയിരിക്കും ഞങ്ങൾ ഇരിക്കണേന്ന്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ, ഷിയോ. അവിടെ ആരെ പട്ടിക്കുട്ടിയാ? അവിടെ ആരെ കൂർക്ക് വലിക്കുന്ന പട്ടിക്കുട്ടിയാ? അയ്യോ, ഇത് പൊന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ഷിയോ.